കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ രണ്ട് തരത്തിലുള്ളൊരു വാർത്തയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ സമയത്ത് മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ശശി തരൂർ പോലും മാധ്യമപ്രവർത്തനം എങ്ങനെയാവണം എങ്ങനെയാവരുത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വലിയ ചർച്ചകൾക്ക് അദ്ദേഹം തുടക്കമിട്ടിരിക്കുകയാണ്. എങ്ങനെയാവരുത് മാധ്യമപ്രവർത്തനം എന്നതിൻ്റെ ഉദാഹരണമാണ് തനിക്കെതിരെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഇന്ത്യയിലെ മുൻനിര പത്രം നൽകിയ ഒരു വാർത്ത എന്ന രൂക്ഷ വിമർശനവുമായി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിന് അദ്ദേഹം ഒരു അഭിമുഖം നൽകുന്നുണ്ട്. ആ അഭിമുഖത്തെ തുടർന്നുണ്ടായ ചില റിപ്പോർട്ടുകൾ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഇന്ത്യൻ എക്സ്പ്രസ് ആ രീതിയിൽ തന്നെ നൽകുകയും ചെയ്തതിനെ കുറിച്ചാണ് തരൂർ പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: നമ്മുടെ രാജ്യത്തെ ജേർണലിസം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പാഠ്യവിഷയമാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നതാണത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വാർത്ത എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ പുതിയ മലയാളം പോഡ്കാസ്റ്റിന് ഞാനുമായുള്ള ഒരു അഭിമുഖമായിരുന്നു അത്. ശ്രദ്ധ ലഭ്യമാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം അതിനായി അവർ തികച്ചും രണ്ട് ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ തന്നെ ചെയ്തു. ഒന്നാമതായി, ഞാൻ സാഹിത്യ പ്രവർത്തനങ്ങളിൽ എൻ്റെ സമയം ചിലവഴിക്കുവാനുള്ള പല ഓപ്ഷനുകൾ ഉണ്ടെന്ന് പറഞ്ഞ ഒരു നിർദോഷകരമായ പ്രസ്താവന എടുത്ത് ഞാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അവസരങ്ങൾ അന്വേഷിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു തലക്കെട്ട്, ഇംഗ്ലീഷ് തലക്കെട്ട് അവർ ഉണ്ടാക്കി എന്നുള്ളതാണ്. പതിവ് പോലെ മറ്റുള്ള മീഡിയ ചാനലുകൾ ആ തലക്കെട്ടിനോട് പ്രതികരിച്ചു. രാഷ്ട്രീയ ലോകവും മാധ്യമങ്ങളും പിന്നീട് അത് ഏറ്റുപിടിച്ചു. ആ പ്രശ്നം നേരിടാനായിരുന്നു ഞാൻ പിന്നീട് സമയം ചെലവഴിച്ചത്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ടെന്നതാണ് സത്യം. രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വ്യാജ വാർത്ത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു നേതാവില്ലെന്ന് ഞാൻ പരിതപിച്ചു എന്ന് അവർ എൻ്റേതായി ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ അവർ അവകാശപ്പെട്ടു. ഇത് ദ ഹിന്ദു പത്രത്തിൻ്റെ മുൻനിര വാർത്തയാവുകയും മറ്റു മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും കേരളത്തിലെ വാർത്താ ചാനലുകളിൽ 3 ദിവസം നീണ്ട ചർച്ചകൾക്ക് ഇത് ഇടയാക്കുകയും ചെയ്തു. ഞാൻ ഈ തലക്കെട്ടിനെ കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളുടെ ഇംഗ്ലീഷ് വിവർത്തനം എന്നായിരുന്നു അവരുടെ മറുപടി. എന്നാൽ ഞാൻ വീഡിയോ ക്ലിപ്പ് കാണണമെന്ന് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അത് പുറത്തു വന്നപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാവുകയുണ്ടായി. ഇപ്പോൾ ആ പത്രം തിരുത്തിയിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് എന്താണ് ഉണ്ടാവേണ്ടത്? എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി ശേഷം അത്തരം ബോധപൂർവം അനാസ്ഥയുള്ള മാധ്യമ പ്രവർത്തനത്തിനെതിരെ ഒരു വ്യക്തിക്ക് ഏത് സംരക്ഷണം ആണ് നമ്മുടെ രാജ്യത്തുള്ളത്? ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ പോഡ്കാസ്റ്റിന് വൻ പ്രചാരണം തന്നെ എൻ്റെ ഈ വിവാദം ഉണ്ടാക്കുന്നതിലൂടെ അവർക്ക് നേടാൻ കഴിഞ്ഞു. മാധ്യമങ്ങൾക്ക് ദിവസങ്ങളോളം ചർച്ചകൾക്കുള്ള തലക്കെട്ടുകൾ ലഭിച്ചു. പക്ഷേ അതിനിടയിൽ എനിക്ക് നേരിട്ട കുറ്റാരോപണം, അധിക്ഷേപം, അപമാനം, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി പിന്തുണയും പ്രശംസയും ആരും ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല. എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് അനുഭവിച്ചത്. ഇതുവരെ എനിക്ക് ആരുടെയും ക്ഷമാപണം ലഭിച്ചിട്ടില്ല ആ പത്രവുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന്. ഈ വിഷയം ഒരിക്കൽ തീർന്നു പോകും എന്നറിയാം. പക്ഷേ ഇത് പല പ്രശ്നങ്ങളെയും തുറന്നു കാട്ടിയിട്ടുണ്ട്. പല വ്യക്തികളും എന്നെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നത് എന്നറിയാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഒരിക്കലും പരിഗണിക്കാത്ത ചില സാധ്യതകളെ പറ്റി ചിലർ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള തിയറികൾ പടുത്തുയർത്തുന്ന രീതിയും കണ്ടു. ചിലർ അവർ ഇതുവരെ ആലോചിച്ചു പോലുമില്ലാത്ത കാര്യങ്ങൾ ആദ്യമായി ചിന്തിച്ചു. ചിലർക്ക് അവരുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും പുറത്തു പറയാനുള്ള ഒരു അവസരമായി ഇത് മാറി. അപൂർവമായി ചിലർ സമ്പന്നമായ നിർവചനങ്ങളോടെ, ആഴത്തിലുള്ള ചിന്തകളോടെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ വിലയിരുത്തുകയും ചെയ്തു. ഇതെല്ലാം എൻ്റെ കണ്ണ് തുറപ്പിക്കുവാൻ ഉതകുന്നതായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ചെറിയ കാര്യത്തിൽ മാത്രമായിരുന്നു പ്രശ്നം. ഈ കഥ മുഴുവൻ തന്നെ അടിസ്ഥാനരഹിതമായിരുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തുകൊണ്ടും ഒരു അർത്ഥം സൂചിപ്പിക്കുന്നതായിരുന്നില്ല. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് വർഷങ്ങളായി വായിക്കുന്ന ഒരാളാണ്. അത് വളരെ ബൃഹത്തായ ഒരു ചരിത്രം പേറുന്ന ഒരു പത്രസ്ഥാപനമാണ്. ഇപ്പോൾ പോലും അതിൻ്റെ ഒപ്പേഡ് പേജുകൾ ഇന്ത്യയിലെ ഏറ്റവും ഗുണമേന്മയുള്ളതാണ്. എന്നിരുന്നാലും ഈ അനുഭവം ഇന്ത്യൻ മാധ്യമങ്ങളുടെ നിലവാരത്തെക്കുറിച്ചുള്ള എൻ്റെ ആകുലതകൾ വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നത്. ഞാൻ ഈ വാക്കുകൾ കോപത്തോടെയല്ല, ദുഃഖത്തോടെയാണ് എഴുതുന്നത്. അവരെല്ലാവരും തനി സ്വഭാവം കാണിക്കുന്നതിനാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല. സത്യത്തിനോ വസ്തുതകൾക്കോ യാതൊരു പ്രാധാന്യവും നൽകാതെ
ക്ലിക്ക് ബൈറ്റ് തലക്കെട്ടുകൾക്കായുള്ള അത്യാഗ്രഹം, തികച്ചും നിരുപദ്രവകരമായ കാര്യങ്ങളെ വലിയ വിവാദങ്ങളാക്കുവാനുള്ള ഉന്മാദം, ഇത് നമ്മുടെ മാധ്യമ സംസ്കാരം എവിടേക്ക് എത്തിക്കുന്നു എന്ന് കാണിച്ചു തരികയാണ്. നമ്മുടെ ജനാധിപത്യം ഒരു സ്വതന്ത്ര മാധ്യമമില്ലാതെ മുന്നോട്ട് പോകാൻ ആകില്ല നമ്മുടെ രാജ്യത്തിന്. ഒരു ജനാധിപത്യവാദി എന്ന നിലയ്ക്ക് മാധ്യമങ്ങളുടെ മേൽ നിയന്ത്രണം വേണം എന്ന് ഞാൻ ഒരിക്കലും പറയുകയുമില്ല. പക്ഷേ നമുക്ക് വേണ്ടത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മികച്ച മാധ്യമ പ്രവർത്തനമാണ്, മാധ്യമ പ്രവർത്തകരെയാണ്. എന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കും എന്നൊരു പ്രതീക്ഷ പോലും വെറുതെയാവുകയാണോ എന്ന ചോദ്യചിഹ്നത്തോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ശശി തരൂരിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, അത് വേറെ കാര്യം. ഇതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ ലഭിച്ചതുകൊണ്ട് അദ്ദേഹം നിലപാടുകളിൽ നിന്ന് പിറകോട്ട് പോയി പിന്നീട് ഇങ്ങനെയൊരു നിലപാടെടുത്തു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യാം. ഇത്തരം അനുമാനങ്ങളെയാണ് അദ്ദേഹത്തിന് ഉണ്ടായ വ്യക്തിപരമായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി ഈ അടുത്ത കാലത്ത് തലക്കെട്ടുകൾ കൊണ്ട് ആളുകളെ തെറ്റായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന തരത്തിലുള്ള വാർത്തകൾ പല മാധ്യമങ്ങളിലും വരുന്നു, കാഴ്ചയാകുന്നു എന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പല തരത്തിൽ പല രീതികൾ ചിത്രീകരിക്കുക. തലക്കെട്ട് വായിക്കുമ്പോൾ ഇത് ഇന്ന സംഭവത്തെക്കുറിച്ച് അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. എന്നാൽ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ കൃത്യമായ തെറ്റിദ്ധരിച്ചവർക്ക് ഒരു സാധ്യതയും കൊടുക്കാത്ത നല്ല വാർത്തകളായിരിക്കാം ഉള്ളടക്കങ്ങളിൽ വരുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾക്കെതിരെയാണ് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊരു സെൻസേഷണലിസത്തിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി ശശി തരൂർ പറഞ്ഞു വെക്കുന്നു. ഈ രീതിയിലാണ് മാധ്യമ പ്രവർത്തനം ആകർഷണീയമാക്കുന്നതിൻ്റെ പുതിയ മെത്തേഡുകൾ മുൻനിര മാധ്യമങ്ങൾ പോലും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് പറയാതെ തരമില്ല. മാധ്യമങ്ങളിലും മാറ്റങ്ങൾ അനിവാര്യമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.